4 സൈസ് ഇവിടെ നെയ്യുന്നു. 4 സൈസിൽ ഏറ്റവും വലുത് 550, രണ്ടാമത്തെ 450, 350, 250. അത് നമ്മൾ പറയുന്നതാണ്. അതിപ്പോൾ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. ഇപ്പോൾ നമുക്കറിയാം ക്രിസ്മസ് മാസമാണ് വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഇവിടെ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് തന്നെ പുൽക്കൂടാണ്. എല്ലാ വീടുകളിലും പുൽക്കൂടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം എൻ്റെ പുറകിൽ കാണാൻ കഴിയും, ഒരുപാട് പുൽക്കൂടുകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ സ്വന്തം കൈകൊണ്ട് പുൽക്കൂട് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഒരു കുടുംബമാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇത് എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്, അതുപോലെ ഇതിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൂടുതലും ആ ചേട്ടനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? അപ്പോൾ എത്ര നാളായി ഇങ്ങനെ ഇത് തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോൾ ഇത് കുറച്ച് നാളായി. ഇവിടെ കോട്ടയം വന്ന് തുടങ്ങിയത് 5 കൊല്ലമായി. അപ്പം ഇതെങ്ങനെയാണ് ഇത് തുടങ്ങിയത്, ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്? ഞങ്ങൾ ചാലക്കുടിയിൽ ആദ്യം ഞങ്ങൾ ചെറുതായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ചാലക്കുടിയിൽ നിന്ന് പോയിട്ട് പിന്നെ അവരവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോയിരുന്നു. ഞാനിങ്ങനെ കോട്ടയത്ത് വന്നു. അപ്പോൾ ഇവിടെ 5 വർഷമായി. അപ്പം എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെ 5 വർഷം കഴിഞ്ഞ കൊല്ലം തീരെ കുറവായിരുന്നു. ഈ കൊല്ലം ഈ 3 ദിവസം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഈ ഐഡിയ കണ്ടുപിടിച്ചത് ആരാണ്? ഇത് ഐഡിയ കണ്ടുപിടിച്ചത് ഞങ്ങൾ തന്നെ. അങ്ങനെ അത് വെറുതെ രണ്ടെണ്ണം പണിത് വെച്ചാണ് ചാലക്കുടിയിൽ. അത് പിന്നെ എറണാകുളത്ത് തൃശ്ശൂരൊക്കെ നല്ല ഇതായി. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും എറണാകുളത്തൊക്കെ നല്ല 3-4 പാർട്ടി ഉണ്ട്. നല്ല നിങ്ങൾ ഇത്രയും കുറേ ജില്ലകളിലൊക്കെ പോയി. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ കച്ചവടം നടന്ന അങ്ങനെ ചേട്ടൻ അണിയന്മാരൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞും കൂടെ വന്നതാണ്. അപ്പം നാട്ടിൽ പോകാറുണ്ടോ? ഞങ്ങൾ നാട്ടിൽ ക്രിസ്മസ് കഴിഞ്ഞാൽ പോകും. അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം മാത്രം ആകുമ്പോഴത്തേനും ഡിസംബർ ഫുള്ളായിട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഈറ്റ കച്ചവടം ഉണ്ട്. അങ്ങനെ വേറെ എന്താണ് ചെയ്യുന്നത്? കൊട്ട നെയ്ത്ത്. അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾ തുടക്കം തൊട്ട്, അതായത് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെ ചെയ്താണോ? അതെ അതെ അതെ. അപ്പോൾ ഇത് എത്ര രൂപ, എങ്ങനെയാണ്? ഇതിപ്പോൾ നമുക്ക് അറിയാം പല സൈസിലാണുള്ളത്. അപ്പോൾ ആ സൈസും പിന്നെ അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് പറയാം. 4 സൈസ് ഇവിടെ നെയ്യുന്നു. 4 സൈസിൽ ഏറ്റവും വലുത് 550, രണ്ടാമത്തെ 450, 350, 250. അത് നമ്മൾ പറയുന്നതാണ്. അതിപ്പോൾ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പം കച്ചവടം നന്നായിട്ട് തന്നെ പോകുന്നു. 3 ദിവസം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ആരൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ ഞാനും ഭാര്യ മോനും 3 ആളും. നിങ്ങൾ 3 പേരാണോ ഉള്ളത്? അപ്പോൾ ചേട്ടൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതായത് തമിഴ്നാട്ടിലാണല്ലോ, അപ്പം അവിടുത്തെ സാഹചര്യങ്ങളും. ഞങ്ങൾ കേരളത്തിൽ തന്നെയാണ് പച്ചേർപ്പുമല്ല. ഞങ്ങൾ കേരളത്തിൽ തന്നെ. ഞങ്ങൾ ഇടുക്കിയിലായിരുന്നു കുറേ കാലം. പിന്നെ അത് കഴിഞ്ഞ് ചാലക്കുടി, പിന്നെ ഇപ്പോൾ പിന്നെ ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറ പാലക്കാട് അടുത്താണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം കോട്ടയത്ത് തന്നെ വരുമോ? ഉണ്ടാവും. അപ്പം നമ്മൾ കണ്ടു പുൽക്കൂട് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ കണ്ടു. അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെയൊക്കെ മെയിൻ ആളായിട്ടുള്ള വിമല ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ചേച്ചി എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? കുറച്ചിപ്പോൾ പോയിട്ടുണ്ട്. 2-3 പേരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ വാർത്തയിലൊക്കെ വന്നു പറഞ്ഞിട്ട് പേപ്പർ അത് വന്നു. അതല്ല കുറച്ച് പോയിട്ടുണ്ട്. ഇന്നലെ തൊട്ട് പോയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഭയങ്കര മടുപ്പായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൽ നിന്ന് മാറിയോ? ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. ആ സമയം മളം വന്നു. ഇത് നടന്നിട്ടില്ല. അപ്പം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെ? ഇപ്പം ഒത്തിരി 15 വർഷമായെന്ന് പറഞ്ഞു. അപ്പം എളുപ്പമായിട്ടാണോ തോന്നുന്നത്? ഇപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് എളുപ്പമായി. അപ്പം ഇത് തുടങ്ങിയപ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നി? ഭയങ്കര പാടാ. നാനാൾ ഇവിടെ വരില്ല. ഇവർ ആങ്ങൾ മാത്രം വരും. 2 പേർ വരും. മരുമകനൊക്കെ വന്നിട്ടുണ്ട്. ഈ 3 വർഷങ്ങളായിട്ട് ഞാൻ വന്നിട്ട് ഇവരോട് വന്നിട്ട്. അപ്പോൾ ചോറൊക്കെ വെച്ച് കൊടുക്കണ്ടേ, കടയിലൊക്കെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരാൻ തുടങ്ങി 3 വർഷമായി. നിങ്ങളിപ്പം ഈ ക്രിസ്മസ് വരെ കോട്ടയത്ത് തന്നെയാണ് താമസിക്കുന്നത്? അമ്മ ഇവിടെ തന്നെ താമസിക്കുക, കിടക്കുന്നതൊക്കെ ഇവിടെ തന്നെ. അപ്പം എങ്ങനെയുണ്ട് ആ ഒരു ജീവിതമൊക്കെ? എങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയ പറഞ്ഞു തന്നത് ശരിക്കും ആരാണ് ഫസ്റ്റ് തുടങ്ങിയത്? ഫസ്റ്റ് തുടങ്ങിയത് ഇവരെ കൊച്ചച്ഛൻ്റെ മകനും ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ. അവരൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. 4-5 പേർ പഠിച്ചതാണ്. ചേട്ടനിയന്മാരൊക്കെ എറണാകുളത്തിലുണ്ട്. അപ്പോൾ ഇന്നൊരു അണിയൻ ചാലക്കുടിയിലുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഇപ്പം ക്രിസ്മസിൻ്റെ ടൈം വരുമ്പോഴല്ലേ ഇതുള്ളൂ? അപ്പം അല്ലാതെ വേറെ എന്താണ് ജോലി? പണിയുണ്ട്. ഈ പച്ചക്കറിക്കല്ല ആ കൊട്ടപ്പണി. മകന് ടെക്സ് ഓട്ടാണ് കോയമ്പത്തൂരിൽ. അവൻ ജോലിക്ക് അവൻ പോയി. ഇപ്പോൾ വണ്ടി ഓട്ടാൻ, കാർ ഓട്ടാൻ പോകും.
ഞങ്ങൾ ഈ പണി ഞങ്ങൾ ഇത് കളഞ്ഞിട്ട് കൊട്ടപ്പണി വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. അപ്പം നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു സൈസ്, അതായത് പല ഇതിലാണല്ലോ ഇത് കിട്ടുന്നത്, പല സൈസാണ്. അപ്പം തുടക്കത്തിൽ തന്നെ അങ്ങനെയായിരുന്നു വിറ്റിരുന്നത്? ഭയങ്കര ടൈറ്റിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ നല്ല സ്പീഡായിട്ട് നല്ല പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് ഞാനിങ്ങനെ കുറച്ചാൾ മാത്രം ഉണ്ടാക്കും. ഇപ്പം എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ആദ്യത്തെ ഇവിടെ ഇപ്പോൾ കുറച്ച് കുറവായി. ആദ്യം തുടങ്ങിയപ്പോൾ ഭയങ്കര ഇതായിരുന്നു, കൊടുക്കാനേ പറ്റില്ല, ഇരുന്നിട്ട് മേടിച്ചിട്ട് പോകും, അങ്ങനെ തുടങ്ങിയപ്പോൾ. ഇപ്പോൾ കുറേ കുറവായി. ചേച്ചി ഒരു ദിവസം എത്ര എണ്ണമൊക്കെ ഉണ്ടാക്കും? അങ്ങനൊന്നുമില്ല, അവർ അക്ക റെഡിയാക്കി കൊടുത്താൽ നമ്മൾ ആണി വയ്ക്കൽ മാത്രമാണ്. ഒവ്വൊരു പീസ് മാത്രം ഒരാളും ഉണ്ടാക്കണം, അങ്ങനെയാണ്. ഇത് എത്ര മണി തൊട്ട് കാണും ഇവിടെ? ഇവിടെ തന്നെ ഇരിക്കും ഞങ്ങൾ. ഒരു 10 മണി മുട്ട് ഇവിടെ രാവിലെ 10 മണി തൊട്ട് തുടങ്ങും. അത് എത്ര നേരം വരെ നിങ്ങൾ ഇവിടെ ഇരിക്കും? രാത്രിയാ? രാത്രി 10 മണി വരെ ഇവിടെ തന്നെ ഇരിക്കും. അപ്പം രാവിലെ എപ്പോഴാണ് തുടങ്ങുന്നത്? രാവിലെ 10 മണിക്ക്. ചേട്ടാ പേരെന്താണ്? ശരവണകുമാർ. അപ്പോൾ എങ്ങനെയാ പോകുന്നത് കച്ചവടമൊക്കെ? കുഴപ്പമില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണോ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രിസ്മസിനായിട്ട് ഡിസംബർ മാസത്തോട്ട് ഞങ്ങൾ ഈ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം കച്ചവടമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്? പോകുന്നുണ്ട്, പോയിട്ടുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച ഒന്ന് പോകുള്ളൂ. അതെ. അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു രീതി, അതുപോലെ അത് എങ്ങനെയാണ്, എളുപ്പമാണോ ഉണ്ടാക്കാനൊക്കെ? കഷ്ടമാണ്. ദിവസവും 10-15 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ, കമ്പി മുളയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. പാലക്കാലം തോന്നാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ മുളയൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ആ രീതി ഒന്ന് പറയാമോ? ഞങ്ങൾ അവിടെ ഞങ്ങൾ മുളയെടുത്ത് പൊളിച്ചു, അവിടെ ആണിയൊക്കെ വെച്ച് ഞങ്ങൾ പ്രേമമായിട്ട് റെഡിയാക്കി ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് നൂൽ കമ്പിട്ട് കട്ടി ഞങ്ങൾക്ക് സെയിൽസ് ചെയ്യുന്നു. അപ്പം ഇവിടെ വെച്ച് അത് കേരളവും അതുപോലെ തമിഴ്നാടും വെച്ച് തമിഴ്നാട്ടിൽ നിങ്ങളിങ്ങനെ ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല, കേരളത്തിൽ മാത്രമാണ് അത്. അപ്പം എങ്ങനെയാണ് കൂടുതൽ ഇത് ഇഷ്ടമാണോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? എങ്ങനെ ലാഭം കിട്ടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട്? അടുത്ത വർഷം ഇതുപോലെ തന്നെ, കഴിഞ്ഞ വർഷം കുറച്ച് ഇതായിരുന്നെന്ന് പറഞ്ഞു, നഷ്ടമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ചെയ്യാം. നല്ലതായിട്ട് പോയെങ്കിൽ അടുത്ത കൊല്ലം ഞങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾ 5-6 കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ട്. ഇത് മെറ്റീരിയൽ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇത് മുള, കല്ലുമുള വെച്ചിട്ട്, കല്ലുമുള, ആണി, കമ്പി. അതിൻ്റെ പൊക്കത്ത് കാണുന്നതോ? അത് കച്ചി വെച്ചിട്ടുണ്ടാകും. അപ്പം ഇത് ആരാണ് പഠിപ്പിച്ചത് ഇങ്ങനെ ഉണ്ടാക്കാൻ? അച്ഛൻ ചെറിയ 15 കൊല്ലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാർ ചെയ്തു, ഇപ്പം ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ എന്താണേലും കച്ചവടമൊക്കെ നന്നായിട്ട് പോട്ടെ. ഓക്കെ, ശരി.